ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടി വളർന്നവനാണ് ഈ പിണ്ടിമന പോരാജ്. അല്ല, അദ്ദേഹം പറഞ്ഞു ഒരു 15 മിനിറ്റ് കിട്ടിയാൽ മാത്രം മതി. എനിക്ക് അയാളെ അറിയാം. അയാൾ 15 അല്ല 25 മിനിറ്റ് എന്ത് വേണമെങ്കിൽ എനിക്ക് അയാൾ നോൺ എക്സിസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യരെല്ലാം വ്യത്യസ്ത തലത്തിലാണെന്ന് തിരിച്ചറിയാതെ എല്ലാവരും എന്നെ പോലെ ചിന്തിക്കണം എന്ന് ചിന്തിക്കുന്നിടത്താണ് മൈത്രേന്റെ കുഴപ്പം. രാവിലെ കാണാകൂട വർത്താനം പറഞ്ഞാണല്ലോ എന്താ പ്രശ്നം? പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണത്. കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറയുന്ന ഒരു കാര്യം 50% ഉൾക്കൊള്ളാൻ പറ്റും, 50% ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് എന്താണ്? എനിക്ക് അയാളെ അറിഞ്ഞു. ഞാൻ ആരോ ഏട്ടാ, നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ. ഇപ്പം അദ്ദേഹം ജനകീയ കോടതിയിൽ വന്ന് ചർച്ചയ്ക്കിരുന്നു. ഒരു ഇച്ചിരി മയക്കുമരുന്ന് അടിച്ചിട്ട് വന്ന് ചർച്ചയ്ക്ക് ഇരിക്കാൻ ചോദിക്കും പുള്ളിയെടുത്ത്. ഏത് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഞാൻ എങ്ങനെ അദ്ദേഹത്തിന് അറിയോ? അറിയാനൊക്കത്തില്ല. പിന്നെ ഞാൻ എന്തുവാ പറയുന്നതിനെ പറ്റി? ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. ഹാഷ്മിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് മൈത്രനെ അവിടുന്ന് പൂട്ടിക്കെട്ടിയാൻ പറഞ്ഞു വിട്ടു. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. ഹാഷ്മിക്ക് കൗണ്ടർ സംസാരിക്കാൻ അറിയാത്തതിൽ പറ്റിയ പാളിച്ചയാണ് ഇത്. ചോദിക്കാൻ എവിടെ പോയി ന്യായം പറയുന്ന ഈ നാവ്? ഇങ്ങനെ കുറെ വിവരക്കേടുകൾ വെച്ച് കത്തിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. അതിർത്തികളില്ലാത്ത ലോകത്തെ കുറിച്ച് പുള്ളി സ്വപ്നം കാണുന്നുണ്ട്. അപ്പം പുള്ളി അതിനകത്ത് പറയുന്നുണ്ട്, ഇവിടെ യുദ്ധങ്ങളെ നമ്മുടെ തിരുവിതാംകൂർ ഒന്നിച്ചില്ലേ, മറ്റേത് ഒന്നിച്ചില്ലേ, കൊച്ചി ഒന്നിച്ചില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ. തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഇപ്പൊ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് അതിനൊന്നും ഇല്ലേ? അതുകൊണ്ട് ഇന്ത്യ അതിർത്തി എവിടെ പോയി? അത് വല്ലയിടത്തും വെച്ച് മറന്നു പോയായിരിക്കും നമ്മൾ. ഉള്ള കാര്യം പറയല്ല. പുള്ളിയുടെ വീട്ടിൽ മതിലുണ്ട്. എനിക്ക് അത്ര ഉറപ്പാണോ ഉണ്ടെന്ന്? എനിക്ക് ഉറപ്പാണോ ഉണ്ടെന്ന്. ലോകത്ത് അതിർത്തികളൊക്കെ ഇല്ലാതാവണം, പക്ഷെ സ്വന്തം വീട്ടിൽ മതിൽ കിട്ടി വയ്ക്കും. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിത്താ. അത് സോഷ്യൽ മീഡിയയിലെ കമന്റാ. കമന്റ് അല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റിനെല്ലാം നിങ്ങൾ മറുപടി പറയൂ. ഉരുളല്ലേ. അതുകൊണ്ട് ഞാനിപ്പോ അയാളെ പറ്റി എന്ത് പറഞ്ഞു? എനിക്ക് അയാൾ ആരുമല്ല. ഒരിക്കൽ പോലും അഖിൽമാരാറിനെ അറിയാൻ ശ്രമിച്ചിട്ടേ ഇല്ല. എന്റെ ലോകത്തേ ഇല്ല. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായിപ്പോയി.